ഗുഡ് ഈവനിങ് ടു വണ്ണാനോർ. ഈ സന്ധ്യയിൽ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിനാൾ ആഘോഷിക്കുവാൻ സഭയായി നമ്മെ കൂട്ടിവരുത്തിയ കാരുണ്യവാനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദമാണ് അമ്മ. ഒരു മനുഷ്യൻ ലോകത്തെ കാണുന്നത് തൻ്റെ അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. പ്രാർത്ഥനയോടെ ഏത് സാഹചര്യത്തിലും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹത്തോട് പിടിക്കുന്ന നമ്മുടെ അമ്മമാരെ നമ്മൾക്ക് ഓർക്കാം, നന്ദി അവരോട് കരയറ്റാം. അതുപോലെ നമ്മളുടെ ആത്മീയ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയ. ദൂതൻ മംഗളവാർത്ത അറിയിക്കുമ്പോൾ പരിശുദ്ധ മറിയം തന്നെ തന്നെ വിനയപ്പെടുത്തി ഏറ്റവും താഴ്മയോടെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാകര ചരിത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു. എങ്കിലും ഏറ്റവും വേദനയുടെയും സഹനത്തിന്റെയും ദിവസങ്ങളായിരുന്നു മുന്നിൽ. ആരോടും പരിഭവമോ പരാതികളോ പറയാത്ത അമ്മ തന്റെ ദിവ്യകുമാരന് ജന്മം കൊടുക്കുവാൻ കാലിത്തൊഴുത്ത് ലഭിച്ചപ്പോഴോ, തന്റെ മകന്റെ പീഡാസഹനവും കുരിശു മരണവും നേരിട്ട് അനുഭവിച്ചപ്പോഴോ അമ്മ പരാതി പറഞ്ഞിട്ടില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ദൈവഹിതം എന്താണോ അതനുസരിച്ച് പ്രാർത്ഥനയോടും ക്ഷമയോടും പ്രതികൂലങ്ങളെ സന്തോഷത്തോടെ തരണം ചെയ്യുന്ന അമ്മയുടെ മഹനീയ മാതൃക നമുക്കും പിന്തുടരാൻ സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് ആരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല. കാനാവിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വെയിൽ തീർന്നു പോയപ്പോൾ അവരമ്മയുടെ മധ്യസ്ഥം തേടിയാണ് ഉണ്ടായിരുന്നത്. അമ്മ ഈശോയിലൂടെ അവരുടെ കുറവുകളെ നിറവുകളാക്കി കൊടുക്കുകയായിരുന്നു. പ്രതിസന്ധികളിൽ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അമ്മയിലൂടെ നമുക്ക് ഈശോയിലൂടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അത് നേടിയെടുക്കുവാൻ സാധിക്കും. എലിശാബ് ഗർഭിണിയായിരുന്നപ്പോൾ തന്റെ അവസ്ഥ കണക്കിടാതെ തിടുക്കത്തിൽ ഓടിയെത്തി ശുശ്രൂഷിക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളെ നോക്കി കാണുവാനും നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർക്ക് ഏത് സഹായമാണോ ആവശ്യമുള്ളത് അവിടെ സഹായിക്കുവാനും നമ്മളാൽ കഴിയുന്ന ആശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്കും ശ്രമിക്കാം. അതുപോലെ ഈശോയിൽ അമ്മയുടെ കണ്ണുകളിൽ കൂടി കണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഓരോ ജപമാല മണികളിൽ കൂടെയും നമ്മുടെ കരങ്ങൾ പോകുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ കണ്ടറിയുകയാണ് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പായി നസ്രായൻ തന്റെ ജീവൻ പകർന്നു തന്നതോടൊപ്പം ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഒരമ്മയെ കൂടി നമുക്ക് തന്നു. വെറുതെ ദിവ്യനാഥൻ അമ്മയെ തന്നതല്ല, അമ്മയുടെ നല്ല ഗുണങ്ങളെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏറിയ സമാധാനവും സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ആഹ്വാനം കൂടി ചെയ്യുകയായിരുന്നു. നമ്മുടെ ജീവിത വിശുദ്ധിക്കും കുടുംബ സംരക്ഷണത്തിനും നമ്മുടെ കുടുംബങ്ങളെ നസ്രയത്തിലെ കുടുംബങ്ങൾ പോലെ ആക്കി തീരുവാനും നമുക്ക് ദൈവത്തിനോടുള്ള സഹായം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ആ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേയുടെ എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഐ വിഷ് യു ഓൾ എ ഹാപ്പി ഫീസ്റ്റ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് സന്ധ്യയിൽ അച്ഛനോട് കേട്ട വചനം നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ചെന്ന് 30, 60, 100 മേനിയായി നല്ല വിളവ് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.